Welcome to BSc Main Physics. Semester 6, Paper 1, Solid State Physics. And today we start the second unit in this paper. That is Unit 2, Conduction in Metals. Unit 2, Conduction in Metals. And as the first class, we study what are conduction electrons. Conduction electrons, class number S21. BSc Main Physics. Paper 1, Solid State Physics, Semester 6, we see conduction electrons. What are conduction electrons? What are conduction electrons? In an atom, valence electrons are the electrons in the outermost orbit. Valence electrons are electrons in the outermost orbit. The physical and chemical properties of a substance are determined by them. If their number is less than 4, the substance is a conductor. Greater than 4, it is an insulator. And exactly 4, it is a semiconductor. So what are valence electrons? Based on valence electrons, we can say what are conductors, insulators, and semiconductors. In an atom, valence electrons are the electrons in the outermost orbit. The physical and chemical properties of a substance are determined by them. If their number is less than 4, the substance is a conductor, greater than 4, insulator, and exactly 4, semiconductor. ഒരു ആറ്റത്തിൽ നമുക്കറിയാം രണ്ട് തരം ഇലക്ട്രോൺസ് ആണുള്ളത്. അകത്തുള്ളത് ബൗണ്ട് ഇലക്ട്രോൺ, ഇന്നർ ഓർബിറ്റിലുള്ളത് ബൗണ്ട് ഇലക്ട്രോൺ, ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽ ഇലക്ട്രോണിനെ വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഇലക്ട്രോൺ എന്ന് പറയും. ഈ ഒപ്റ്റിക്കൽ ഇലക്ട്രോൺ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോണാണ് ഈ സബ്സ്റ്റൻസിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടി പ്രധാനമായിട്ടും തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഫീൽഡ് കൊടുത്താൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽ ഇലക്ട്രോൺസ് അവിടെ നിന്ന് പൊട്ടിപ്പോകാം, ബ്രേക്ക് അവേ ചെയ്യാം. അന്നേരം അവയെ വിളിക്കുന്ന പേരാണ് ഫ്രീ ഇലക്ട്രോൺസ്. വാലൻസ് ഇലക്ട്രോൺസ് ഇൻ മെറ്റൽസ് ആർ വെരി ലൂസ്ലി അട്രാക്റ്റഡ് ബൈ ദി ന്യൂക്ലിയസ്. വാലൻസ് ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽ ഇലക്ട്രോൺസ് ആണ്. Valence electrons in metals are very loosely attracted by the nucleus. They are likely to break away from the orbit. Then they are called free electrons or conduction electrons. അപ്പോൾ ആറ്റത്തിലെ വാലൻസ് ഇലക്ട്രോൺ അവ ലൂസ്ലി അറ്റാച്ച്ഡ് ആണ് ആറ്റവുമായിട്ട്. They are likely to break away from the orbits. ഒരു നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്താൽ ഈ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോൺസ്, വാലൻസ് ഇലക്ട്രോൺസ് അവിടുന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ദെൻ ദേ ആർ കോൾഡ് ഫ്രീ ഇലക്ട്രോൺസ് ഒരു കണ്ടക്ഷൻ ഇലക്ട്രോൺസ്. അങ്ങനെ ആറ്റത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ ഇലക്ട്രോൺ, അല്ലെങ്കിൽ അവയെ ഫ്രീ ഇലക്ട്രോൺ എന്നും പറയും. ഫ്രീ ഇലക്ട്രോൺ. ഇഫ് ദ ഫ്രീ ഇലക്ട്രോൺസ് ആർ ലാർജർ then this substance is called a conductor. ഇത്തരം ഫ്രീ ഇലക്ട്രോണിൻ്റെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ, അന്നേരം സബ്സ്റ്റൻസിനെ നമ്മൾ കണ്ടക്ടർ എന്ന് പറയും. ഒരു വസ്തുവിൽ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം വളരെയധികം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കണ്ടക്ടർ എന്ന് പറയും. കണ്ടക്ടർ. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല എങ്കിൽ അതിനെ നമ്മൾ ഇൻസുലേറ്റർ എന്നും വിളിക്കും. ഇഫ് ദ ഫ്രീ ഇലക്ട്രോൺസ് ആർ ലാർജ്, then the substance is called a conductor which allows electricity to pass through it. Conductors എപ്പോഴും അതിനകത്തുകൂടി ഇലക്ട്രിസിറ്റി കടന്നു പോകാൻ അനുവദിക്കും. എല്ലാ മെറ്റൽസും കണ്ടക്ടേഴ്സാണ്. If there are no free electrons ഇല്ല എങ്കിൽ, if there are no free electrons, the substances do not allow the flow of electricity and are called insulators. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ വസ്തുക്കൾ അതിനകത്തുകൂടി കറണ്ട് പാസ് ചെയ്യാൻ അനുവദിക്കില്ല. അന്നേരം അവയെ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ്. If there are no free electrons in the substances do not allow a flow of electricity and are called insulators. Examples for insulators are rubber, wood, mica, etc. Rubber, wood, mica, etc. are examples of insulators.
അപ്പോൾ ഇത്രയും പറഞ്ഞത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ക്ഡ് ഫ്രം ദി അബൌട്ട് ടോപ്പിക് ആൻഡ് ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ conduction electrons, distinguish between conduction conductors and insulators. What are conduction electrons or free electrons? Distinguish between conductors and insulators. Now we see next topic in this chapter, in this class, free electron gas and free electron model. Free electron gas and free electron model, what are they? എന്താണ് ഫ്രീ ഇലക്ട്രോൺ ഗ്യാസ് എന്ന് പറഞ്ഞാൽ, ഫ്രീ ഇലക്ട്രോൺ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യ പടത്തിൽ ഫിഗർ എ എന്ന് വേണേൽ മാർക്ക് ചെയ്യാം. ആദ്യ പടത്തിൽ നമ്മൾ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ വിചാരിക്കുകയാണ്. ആ കണ്ടെയ്നറിനകത്ത് ഒരു ഇലക്ട്രോൺ, ഒരു ഗ്യാസ് മോളിക്യൂൾ പോലെ ഇലക്ട്രോൺ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അത് പരസ്പരം കൂട്ടിമുട്ടാം, അല്ലെങ്കിൽ അതിൻ്റെ ആ വെസലിൻ്റെ ഭിത്തിയിൽ വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരാം. ആ വെസൽ ഡയമെൻഷൻ എ എന്ന് വിളിക്കുക, വെസൽ ഡയമെൻഷൻ. അപ്പോൾ അതിൻ്റെ ഈ പൊട്ടൻഷ്യൽ ബാരിയറാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഫ്രീ ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ, ഫ്രീ ഇലക്ട്രോണിനെ ഒരു ഗ്യാസ് മോളിക്യൂൾ, വെസലിനകത്ത് ഒരു ഗ്യാസ് മോളിക്യൂളായിട്ട് വിചാരിക്കുക. അവിടെ മോഷനാണ് കാണിച്ചിരിക്കുന്നത്, റാൻഡം മോഷൻ. ഭിത്തിയിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഫീൽഡ് റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. മെറ്റലിനകത്തുള്ള ഒരു ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ ബാരിയറാണ് കാണിച്ചിരിക്കുന്നത്. പുറത്ത് വാക്കും അകത്ത് ഇലക്ട്രോൺസ് ഇങ്ങനെ ചലിക്കുന്നതായിട്ട് വിചാരിക്കുക. ഡയമെൻഷൻ എക്സ് ഈക്വൽ 0 to x ഈക്വൽ എ. അപ്പോൾ x ഈക്വൽ 0 to x ഈക്വൽ എ എന്ന് പറയുന്ന ഡയമെൻഷനിൽ ഒരു ഇലക്ട്രോൺ സഞ്ചരിക്കുന്നതായിട്ട് വിചാരിച്ചാൽ അത് ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയും. ആ ഇലക്ട്രോണിനെ ബോക്സ്, എ മോളിക്യൂളിനെ ബോക്സ്, ആ രീതിയിലുള്ള ഒരു സങ്കല്പം. അപ്പോൾ ഈ പടത്തിൽ, രണ്ടാമത്തെ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പൊട്ടൻഷ്യൽ മേൽപോട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. മെറ്റലിനകത്തുള്ള ഇലക്ട്രോൺ കിടക്കുന്ന പൊട്ടൻഷ്യൽ, പിന്നെ വാക്വം റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രീ ഇലക്ട്രോൺ മോഡലാണ് ഈ പടം. ഫ്രീ ഇലക്ട്രോൺ, ദ പൊട്ടൻഷ്യൽ ഇൻ ദ ഫ്രീ ഇലക്ട്രോൺ മോഡൽ. ഒരു ഫ്രീ ഇലക്ട്രോൺ മോഡൽ പൊട്ടൻഷ്യൽ റെപ്രസെൻ്റ് ചെയ്യുന്ന പടമാണ്. അപ്പോൾ നിങ്ങളിത് വരക്കണം. ഫ്രീ ഇലക്ട്രോൺ മോഡലിന് ഈ ഒരു പടമാണ് വരക്കേണ്ടത്. ഈ രണ്ട് പടങ്ങളാണ് വരക്കേണ്ടത്. ഫിഗർ എയും ഫിഗർ ബി എന്ന് മാർക്ക് ചെയ്യുക. ഇൻ ദ ഫ്രീ ഇലക്ട്രോൺ മോഡൽ, ദ ഫ്രീ ഇലക്ട്രോൺ മോഡൽ പറയുന്ന കാര്യങ്ങളാണ്. In the free electron model, the conduction electrons are assumed to be completely free. According to this model, conduction electrons move about inside the specimen without any collision, except an occasional reflection from the surface. See figure A. The reflection is like that of molecules of a gas in a vessel. For this reason, conduction electrons are called free electrons or free electron gas. You look here, electrons in the free electron model, the conduction electrons are assumed to be completely free. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺ മോഡൽ പ്രകാരം കണ്ടക്ഷൻ ഇലക്ട്രോൺ ഫ്രീ പാർട്ടിക്കിളാണ്, ഫ്രീ ആയിട്ട് ചലിക്കാം. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, കണ്ടക്ഷൻ ഇലക്ട്രോൺസ് മൂവ് എബൌട്ട് ഇൻസൈഡ് ദി സ്പെസിമെൻ. വസ്തുവിനകത്ത് ഈ കണ്ടക്ഷൻ ഇലക്ട്രോൺ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കും, വിത്തൗട്ട് എനി കൊളീഷൻ. തമ്മിൽ കൂട്ടിമുട്ടാറില്ല. ഗ്യാസ് മോളിക്യൂൾ പോലെ കൂട്ടിമുട്ടുമെന്ന് വിചാരിക്കേണ്ട. എന്നാൽ എക്സെപ്റ്റ് ആൻ ഒക്കേഷണൽ റിഫ്ലക്ഷൻ ഫ്രം ദി സർഫസ്. അവിടെ ഒരു വെസൽ പോലെ വിചാരിക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോൺ ചെന്നിട്ട് ആ വെസൽ തട്ടി പ്രതിഫലിക്കുന്നതായിട്ട് വിചാരിക്കുക. പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. അവ ഒരു പ്രത്യേക റീജിയനിൽ, ആ റീജിയൻ്റെ ഭിത്തിയിൽ തട്ടി പ്രതിഫലിക്കുന്നതായിട്ട് കാണിക്കാം. അത്തരം ഭിത്തിയാണ് നമ്മൾ ഫിഗർ എയിൽ കാണിച്ചിരിക്കുന്നത്. ദി റിഫ്ലക്ഷൻ ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ഇൻ എ വെസൽ. ഒരു വെസലിലെ ഗ്യാസ് മോളിക്യൂൾ എങ്ങനെ ഭിത്തിയിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യും, അതേപോലത്തെ ഒരു സിറ്റുവേഷനായിട്ട് ഇവിടെ വിചാരിക്കാവുന്നതാണ്. സബ്സ്റ്റൻസിൽ ഇലക്ട്രോൺസ്, മെറ്റൽസിൽ ഇലക്ട്രോൺസ്. ഫോർ ദിസ് റീസൺ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ആർ കോൾഡ് ഫ്രീ ഇലക്ട്രോൺസ് ഓർ ഫ്രീ ഇലക്ട്രോൺ ഗ്യാസ്. ഇങ്ങനെ തട്ടി പ്രതിഫലിക്കുന്ന ഇത്തരം ഇലക്ട്രോണിന് റാറ്റ് മോഷനാണ്. ഗ്യാസ് മോളിക്യൂൾ മോഷൻ പോലെയാണ്. അതുകൊണ്ട് ഇവയെ നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺ ഗ്യാസ് എന്ന് വിളിക്കും. അപ്പോൾ ഗ്യാസ് വിളിക്കാനുള്ള കാരണം ഈ ഇലക്ട്രോൺസിൻ്റെ ബിഹേവിയർ ഒരു വെസലിനകത്തുള്ള ഗ്യാസ് മോളിക്യൂളിൻ്റെ ബിഹേവിയർ പോലെയാണ്.
അപ്പം അത് പറയുമ്പോൾ വരുന്നൊരു വാക്കാണ് ഫെർമി ഹോൾ എന്ന് പറഞ്ഞാൽ. ഹോൾ അറിയാലോ, ഹോൾ ഇലക്ട്രോൺ വേക്കൻസിയാണ്. ഇലക്ട്രോൺ ഒരു ചാർജ് പാർട്ടിക്കിൾ, നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിളാണ്, അതിന് വേക്കൻസി. ഒരു പോസിറ്റീവ് ചാർജ് ഒരു വേക്കൻസി, അതിനെ വിളിക്കുന്ന പേരാണ് ഹോൾ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ വേക്കൻസി വിളിക്കുന്ന പേരാണ്. ഒരു പാർട്ടിക്കിളല്ല, ഒരു സ്ഥലം, ഒരു റീജിയൻ. ഫെർമി ഹോൾ. ഇപ്പം ഫെർമി ഹോൾ എന്ന് വിളിക്കുന്ന ആ ഹോൾ എന്താണെന്ന് പറയുകയാണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഇലക്ട്രോൺസ് വിത്ത് പാരലൽ സ്പിൻസ് റിപ്പൽ ആൻഡ് ടെൻ ടു സ്റ്റേ അവേ. ഇപ്പം ഇലക്ട്രോൺസിന് ഇപ്പോൾ 2 ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസിന് 2 തരം സ്പിന്നാണുള്ളത്. ഒന്ന് പാരലൽ സ്പിൻ, രണ്ടാമത് ഓപ്പോസിറ്റ് സ്പിൻ, ആൻറ്റി പാരലൽ സ്പിൻ. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഇലക്ട്രോൺസ് വിത്ത് പാരലൽ സ്പിൻസ് റിപ്പൽ ആൻഡ് ടെൻ ടു സ്റ്റേ അവേ ഫ്രം ഈച്ച് അതർ. This is to minimize the energy of the system. Likewise, if the spins are opposite, then also electrons tend to stay away. It is observed that each electron is surrounded by a spherical region which is deficient of other electrons. So you understand the meaning of these sentences. It is found that electrons with parallel spins repel and tend to stay away from each other. Parallel spin ഉള്ള ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്യും, അവ അന്യോന്യം അകന്നു നിൽക്കും. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ദിസ് ഇസ് ടു മിനിമൈസ് ദ എനർജി ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ എനർജി ഏറ്റവും കുറവിൽ നിർത്താൻ വേണ്ടിയാണ്, ഏറ്റവും കുറച്ച് നിർത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ലൈക്ക്വൈസ് ഇഫ് ദ സ്പിൻസ് ആർ ഓപ്പോസിറ്റ്, ഇതേപോലെ ലൈക്ക്വൈസ് ഇഫ് ദ സ്പിൻസ് ആർ ഓപ്പോസിറ്റ് ദെൻ ഓൾസോ ഇലക്ട്രോൺസ് ടെൻഡ് ടു സ്റ്റേ അവേ. അപ്പോൾ ഈ സ്പിൻ ഓപ്പോസിറ്റ് ആണെങ്കിലും ഇവ ഒപ്പോസ് ചെയ്ത് സ്റ്റേ അവേ, തമ്മിൽ മാറി നിൽക്കും. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ഈച്ച് ഇലക്ട്രോൺ ഈസ് സറൗണ്ടഡ് ബൈ എ സ്പെറിക്കൽ റീജിയൻ വിച്ച് ഈസ് ഡിഫിഷ്യൻ്റ് ഓഫ് അതർ ഇലക്ട്രോൺസ്. അതായത് ഒരു സിംഗിൾ ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക സ്ഥലത്താണ് നിൽക്കുന്നത്, ഒരു റീജിയനകത്താണ് നിൽക്കുന്നത്. ആ റീജിയനകത്ത് മറ്റ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കില്ല. ഒരു പ്രത്യേക റീജിയനിനകത്താണ് ഈ സിംഗിൾ ഇലക്ട്രോൺ നിൽക്കുന്നത് എന്ന് വിചാരിക്കാം. ആ റീജിയനിൽ മറ്റ് ഇലക്ട്രോൺസ് ഇല്ല. ആ റീജിയനെ വിളിക്കുന്ന പേരാണ് ഒരു ഫെർമി സർഫസ് എന്ന് എല്ലാം വിളിക്കുന്ന, നമ്മൾ പുറകെ പറയാം നമുക്കത്. ദിസ് റീജിയൻ ഈസ് കോൾഡ് എ ഹോൾ. അല്ലെങ്കിൽ ഈ റീജിയൻ, ആ ഇലക്ട്രോൺസ് ഇല്ലാത്ത റീജിയൻ, ഇപ്പോൾ ഒരു സിംഗിൾ ഇലക്ട്രോണിനെ സറൗണ്ട് ചെയ്ത് മറ്റു ഇലക്ട്രോൺസ് ഇല്ല എങ്കിൽ അവിടെ ഒരു റീജിയൻ വരുന്നുണ്ട്, ഒരു റീജിയൻ. ആ റീജിയനെ വിളിക്കുന്ന പേരാണ് ഹോൾ. ദിസ് റീജിയൻ ഈസ് കോൾഡ് എ ഹോൾ ഓർ മോർ എക്സാക്ട്ലി എ ഫെർമി ഹോൾ. അപ്പോൾ ഇലക്ട്രോൺ ഇല്ലാത്ത സ്ഥലം, അതിനെ ഹോൾ എന്ന് പറയും. ഇവിടെ മെറ്റലിനകത്ത് ഒരു ഇലക്ട്രോണിൻ്റെ, ഒരു ഫ്രീ ഇലക്ട്രോണിൻ്റെ ചുറ്റിനുമുള്ള ഒരു സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഫെർമി ഹോൾ. ഇറ്റ് ഹാസ് എ റേഡിയസ് ഓഫ് 1 ആങ്സ്ട്രം. ഒരു ആങ്സ്ട്രമുള്ള അതിൻ്റെ റേഡിയസ് ഈ റീജിയൻ്റെ. ആസ് ഇലക്ട്രോൺ മൂവ്സ് ദ ഫെർമി ഹോൾ, യു റീഡ് ആസ് ഹോൾ, ഡബ്ല്യു വേണ്ട, ഫെർമി ഹോൾ ഓൾസോ മൂവ്സ് വിത്ത് ഇറ്റ്. ഒരു ഇലക്ട്രോൺ ചലിച്ചാൽ, കണ്ടക്ടറിനകത്ത് ചലിച്ചാൽ ഫെർമി ഹോളും ഒപ്പം ചലിക്കും. ആ ഫെർമി ഹോൾ ഇവിടെ സ്പെല്ലിംഗ് നോക്കി, ഡബ്ല്യു വേണ്ട, ഫെർമി HOL, ഫെർമി ഹോൾ ഓൾസോ മൂവ്സ് വിത്ത് ഇറ്റ്. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ വരുന്ന ഒരു പാർട്ടാണ് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീ ഇലക്ട്രോൺ ഗ്യാസ് ആൻഡ് ഓർഡിനറി ഗ്യാസ്. സാധാരണ ഉള്ള ഗ്യാസ്, ഓക്സിജൻ പോലുള്ള ഗ്യാസും ഹൈഡ്രജൻ പോലുള്ള ഗ്യാസും ഈ ഫ്രീ ഇലക്ട്രോൺ ഗ്യാസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദ ഫ്രീ ഇലക്ട്രോൺ ഗ്യാസ് ഈസ് ചാർജ്ഡ് whereas ordinary gas molecules are neutral. Free electron gas is thus similar to plasma. The concentration of electrons in metals is large, that is about 10 raised to, read as 10 raised to 29 per meter cubed. But the molecular concentration in a gas is about 10 raised to 25 per meter cubed. The free electron gas in a metal is a dense plasma. A question അല്ലെങ്കിൽ ഒരു ഹെഡിങ് ഇതാണ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫ്രീ ഇലക്ട്രോൺ ഗ്യാസ് ആൻഡ് ഓർഡിനറി ഗ്യാസ്. ഫ്രീ ഇലക്ട്രോൺ ഗ്യാസും ഓർഡിനറി ഗ്യാസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? The free electron gas is charged whereas ordinary gas molecules are neutral.
ഫ്രീ ഇലക്ട്രോൺ ഗ്യാസ് ഈസ് ദ സിമിലർ ടു പ്ലാസ്മ. പ്ലാസ്മയ്ക്ക് സമാനമാണ് ഈ ഫ്രീ ഇലക്ട്രോൺ ഗ്യാസ്. ദ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ മെറ്റൽസ് ഈസ് ലാർജ്. ദാറ്റ് ഈസ് അബൌട്ട് 10⁻29 per meter cubed. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി, ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി മെറ്റലിനകത്ത് വളരെ കൂടുതലാണ്. ഇപ്പോൾ കോപ്പറിനകത്തൊക്കെ ആണെങ്കിൽ ഒരു മീറ്റർ ക്യൂബിഡിൽ 10⁻29 ഇലക്ട്രോൺസ് വരും. ബട്ട് മോളിക്കുലർ കോൺസെൻട്രേഷൻ ഇൻ എ ഗ്യാസ് ഇസ് അബൌട്ട് 10⁻25. എന്നാൽ മോളിക്യൂൾസിൻ്റെ എണ്ണം ഒരു ഗ്യാസിനകത്ത് 10⁻25, അതായത് മറ്റേതിനേക്കാൾ ഒരു 10⁻4, ഒരു 10,000 മടങ്ങ് കുറവാണ്. The free electron gas in a metal is a dense plasma. അതായത് ഈ ഫ്രീ ഇലക്ട്രോൺ ഗ്യാസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡെൻസ് പ്ലാസ്മ എന്ന് പറയും, അല്ലെങ്കിൽ ഹൈലി ഡീജനറേറ്റ് ഗ്യാസ് എന്ന് പറയുന്നത്. ഫ്രീ ഇലക്ട്രോൺ മോഡൽ ഈസ് ഓൾസോ കോൾഡ് ജെല്ലിയം മോഡൽ. ഫ്രീ ഇലക്ട്രോൺ മോഡലിനെ വിളിക്കുന്ന പേരാണ് ജെല്ലിയം മോഡൽ. Why it is called ജെല്ലിയം മോഡൽ? This is because free electron model corresponds to taking a jelly of positive ions around it. അപ്പോൾ ഇലക്ട്രോണിന് ചുറ്റും ഒരു പോസിറ്റീവ് അയോൺസിൻ്റെ ജെല്ലി പോലെ വിചാരിക്കാം ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ ഫ്രീ ഇലക്ട്രോൺ മോഡലിനെ നമ്മൾ ജെല്ലിയം മോഡൽ എന്നും പറയും. Free electron model is also called Jellium model. This is because free electron model corresponds to taking a jelly of positive ions around it. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. നമ്പർ 1, എക്സ്പ്ലെയിൻ ഫ്രീ ഇലക്ട്രോൺ മോഡൽ ഓർ ജെല്ലിയം മോഡൽ. നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി എഴുതുക, 2 മാർക്കിൻ്റെ രീതിയിൽ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ ഇലക്ട്രോണിക് ഗ്യാസ് ആൻഡ് ഓർഡിനറി ഗ്യാസ്. അത് പ്രത്യേകം ടൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ദ ആൻസർ യു ക്യാൻ സീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ഫെർമി ഹോൾ. ദർ ഈസ് ഫെർമി ഹോൾ വി ഹാവ് എക്സ്പ്ലൈൻഡ്. ഒരു ഇലക്ട്രോൺ വിചാരിച്ചാൽ, ഫ്രീ ഇലക്ട്രോൺ വിചാരിച്ചാൽ അതിന് ചുറ്റുമുള്ള ഒരു പ്രത്യേക സ്പേസ്, 1 ആങ്സ്ട്രോമുള്ള സ്പേസ്, അതൊരു ഇലക്ട്രോൺ വേക്കൻസിയാണ്, പോസിറ്റീവ് ചാർജാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫെർമി ഹോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലുള്ളത്. നമുക്ക് ക്ലാസ് അടുത്തതിൽ കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു വെരി മച്ച്.